ഹലോ എടാ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ തന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്ന ആളല്ല. എന്നാലും അൺഫോർച്ചുനേറ്റ്ലി ഒരു റിയാക്ഷൻ പോലെ എനിക്ക് ആ വീഡിയോകളെല്ലാം റിയാക്ഷൻ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് കാരണം തന്നെ ഒരു സ്ത്രീ നിരന്തരം അവരുടെ മതത്തെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസികളെ പറ്റിക്കുന്നു എന്ന് എനിക്ക് തോന്നിയ അവിടം മുതലാണ് ഞാൻ ആ ഒരു സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ തയ്യാറായത്. ഇന്നലെ ഞാനൊരു ആളിൻ്റെ വീഡിയോ കാണാനിടയായി. അദ്ദേഹത്തിന് മതപരമായി കുറേ അധികം അറിവുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ പേര് ശ്രദ്ധിച്ചില്ല. ഒരു ബൾബിൻ്റെ പടമൊക്കെ ഉള്ള അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില സംശയങ്ങളുമായിട്ടാണ് ഞാൻ പൊതുജനത്തോടാണ് സംസാരിക്കുന്നത്. ഇതാരെയും നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരാളിനെ കുറവ് പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഞാൻ ഇത് സംസാരിക്കുന്നത് എൻ്റെ സമൂഹത്തിലെ മുസ്ലിം സഹോദരങ്ങളോടാണ്. എനിക്ക് അറിവില്ലാത്ത കാര്യത്തിനെ കുറിച്ചാണ് ഞാനിത് ചോദിക്കുന്നത്. എടാ, നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആണും പെണ്ണും ചേർന്ന് കൈ പിടിക്കുന്നതിനെയാണോ നിക്കാഹ് എന്ന് പറയുന്നത്? നിങ്ങളുടെ മതപരമായ നിക്കാഹ് എന്ന് പറയുന്നത് ഒരാണും പെണ്ണും സ്വയമേ കൈ പിടിച്ച് ഒരു റീല് ചെയ്ത് കഴിഞ്ഞാൽ അത് നിക്കാഹ് എന്ന ഗണത്തിൽ പെടുമോ? രണ്ടാമത്തത്, ഈ നിക്കാഹ് എന്ന് പറയുന്നത് മഹല്ലുകാര് അറിയാതെ നടന്നാലും നിക്കാഹായി പരിഗണിക്കപ്പെടുമോ? ഇനി സാക്ഷികളായിട്ട് ആരും തന്നെ വേണ്ടേ എന്നുള്ളതാണ്. ഇതില് നിക്കാഹ് കഴിഞ്ഞു, ഞങ്ങൾ അൽഹംദുലില്ല അല്ലെങ്കിൽ മാഷാ അല്ലാ അസ്സലാമു അലൈക്കും, ഞങ്ങൾ ഭയങ്കര മതപരമായി ജീവിക്കുന്ന ആളുകളാണ് എന്ന് വീണ്ടും ഒരു പൊതുജന സമൂഹത്തെ പറ്റിക്കുന്ന, ഇവർക്ക് കൊട പിടിക്കുന്ന ഒരുപാട് ആളുകളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു സംശയത്തിനെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നിക്കാഹ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ട് മഹല്ലുകാരും രണ്ട് കുടുംബങ്ങളും കൂടി ചേർന്ന് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു കർമ്മത്തിനെയാണ്, അവർക്ക് ഒന്നിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനെയാണ് നിക്കാഹ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലിനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഒരുപാട് സംശയങ്ങളും ഒരുപാട് കുറവുകളുമൊക്കെ ഉള്ള ഒരാളായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പോഴും രണ്ട് വ്യക്തികൾ ഒരു സമൂഹത്തിൽ വന്നിട്ട് ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞു, ഞങ്ങളിനി രജിസ്റ്റർ മാരേജിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പൊതുജന സമൂഹത്തെ എത്രത്തോളം പറ്റിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ രജിസ്റ്റർ മാരേജ് കഴിയണം എന്ന് ഇവർ പറയുന്ന സമയത്തും ഈ സ്ത്രീയുടെ രണ്ടാമത്തെ ഭർത്താവുമായിട്ട് ഇവർ ലീഗൽ മാരേജ് നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഫാമിലി സ്റ്റോറി പറയുന്ന ഇവരുടെ ഓരോ ഭർത്താക്കന്മാരുടെയും കഥ എന്തിക്ക എന്ന് പറഞ്ഞുകൊണ്ട് 3 ഭർത്താക്കന്മാരെ കുറിച്ചും ഇവരൊരു സ്റ്റോറി ഇവരുടെ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരു 9 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. അതില് രണ്ടാമത്തെ ഭർത്താവ് ഇവരെ ലീഗലായിട്ട് കല്യാണം കഴിച്ചതാണ്. അതായത് ഇന്ത്യൻ നിയമപ്രകാരമാണ് അവരുടെ വിവാഹം നടന്നിരിക്കുന്നത് എന്നുള്ളതും ഇവരുടെ ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ നടക്കുന്നതായിട്ടും ഇവർ പറയുന്നുണ്ട്. കുറച്ച് ഇങ്ങോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അയാളും എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ഭീഷണിയുടെ പുറത്ത് അയാൾ പിന്മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തും ഇവരുടെ തലാക്ക് പത്രം എടുത്തുകൊണ്ട് വന്ന് ഇവർ കാണിച്ച് പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അവിടെയും ഇദ്ദേഹത്തിന്റെ മകന് ചെലവിന് കൊടുക്കുന്നുണ്ടെന്നുള്ളതും ഇദ്ദേഹം കുറച്ച് ക്യാഷൊക്കെ കൊടുക്കുന്നതായിട്ട് തെളിവുകളായിട്ടൊക്കെ ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് നിനക്ക് ഞാൻ ഡിവോഴ്സ് തരില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ലൈവുകളിലും വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെയും എൻ്റെയും വീഡിയോകൾ നിരന്തരം കാണുന്ന ആളുകൾക്ക് ഈ സംഭവം അറിയാമായിരിക്കാം. അപ്പോൾ ഇവരുടെ രണ്ടാമത്തെ വിവാഹം ഡിവോഴ്സ് ആകാതെ എങ്ങനെയാണ് ഈ സ്ത്രീക്ക്
ഇനി ഒരു വിവാഹം സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചും എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മുടെ രാജ്യത്ത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിലൊരു തർക്കവും ഇല്ല, അതിലൊരു തടസ്സവുമില്ല. പക്ഷേ ഇവർ വീണ്ടും ഒരു മതത്തെ ചൂഷണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിനെ എടുത്ത് അവിടേക്ക് ഇട്ട് തന്നുകൊണ്ട് അതാ ഞങ്ങൾ ഭയങ്കര മതവിശ്വാസത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ മതവിശ്വാസത്തിലാണ് കല്യാണം കഴിച്ചത്, നിക്കാഹ് കഴിച്ചത് എന്ന് പറയുമ്പോൾ എൻ്റെ സംശയമാണിത്. ഇതെൻ്റെ സംശയമാണ്. ഒരുപാട് ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട്, സ്വന്തം കുടുംബക്കാർ സമ്മതിക്കാതിരുന്നാൽ അവർ പിന്നെ എന്ത് ചെയ്യും എന്ന് പറയുന്ന ചോദ്യത്തിനാണ് ഞാൻ എൻ്റെ അറിവിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്. സ്വന്തം കുടുംബക്കാർ സമ്മതിക്കാതിരുന്നാൽ, അയാളുടെ ഭാര്യ സമ്മതിക്കാതിരുന്നാൽ, ഇവളുടെ മാതാപിതാക്കൾ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ നോർമലി ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യുക? അവരുടെയോ അതിൽ സ്ത്രീയുടെയോ പുരുഷന്റെയോ 2 മഹലുകളിൽ കയറി ആ മഹലിലെ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് ആ മഹലിലെ അറിയപ്പെടുന്ന ഒരാൾ ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ യോജിപ്പിക്കുക. എന്തുകൊണ്ട് ഇവരുടെ 2 പേരുടെയും മഹല്ലുകാരും ഇതിന് തയ്യാറായില്ല എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അപ്പൊ മഹല്ലുകാര് അറിയേണ്ടതില്ല നിക്കാഹ് എന്നാണോ? മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല, ഓക്കെ, അത് ന്യായമായ ഒരു കാര്യം. ആ മാതാപിതാക്കളും ഇവരുടെ മറ്റു 3 വിവാഹങ്ങളും മദ്യപാനികളായ ആളുകളുടെ കൂടെയാണ് നടത്തിയത്. ആ കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ പ്രതി ഇവർ ഒരു മദ്യപാനമില്ലാത്ത വിശ്വാസിയായ ദീനിൽപ്പെട്ട ഒരാളെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ഏതൊരു മാതാപിതാക്കളുടെയും റൈറ്റാണ്. അതായത് 3 ജീവിതങ്ങളും മദ്യപാനത്തിന്റെ പേരിൽ നശിച്ചുപോയി. ഇനി ഒരു മദ്യപാനിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ്ട എന്ന് തീരുമാനമെടുക്കുന്നത് അത് മകളുടെ സുരക്ഷയെ പ്രതിയാണ്. അപ്പോൾ ആ മാതാപിതാക്കളെ പോലും സമൂഹത്തിന്റെ മുന്നിൽ ഇട്ടുകൊടുത്തുകൊണ്ട് ഇവർ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ ഭയങ്കര വിശ്വാസത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന അൽഹംദുലില്ല താത്തയാണ്, എൻ്റെ ഭർത്താവ് അത്യാവശ്യം മദ്യപിക്കും, പക്ഷെ അദ്ദേഹം ആലിമാണ് എന്ന് പറയുന്നതിനെ ഈ സമൂഹം എത്രത്തോളം അംഗീകരിക്കുന്നു? ഇതാണ് എൻ്റെ ചോദ്യം. ഇത് അന്യമതസ്ഥരായ വ്യക്തികൾ പോലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് ഈ ഒരു നിക്കാഹിന് തടസ്സം നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ മഹല്ലുകളിലുള്ള ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടുക. ഇനിയിപ്പോ മഹല്ലുകാരും സമ്മതിക്കുന്നില്ല, ഇവർക്ക് ഒന്നിച്ച് ജീവിക്കണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴും ഏതെങ്കിലും മതപരമായ ഏതെങ്കിലും ഒരാളിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൈ പിടിക്കുന്നതിനെ, തുമ്മുന്നതും തൂറുന്നതും ഒക്കെ വീഡിയോ ആയിട്ട് ഇടുന്ന ഇവർക്ക് അത്തരത്തിൽ കൈ പിടിച്ചു കൊടുക്കുന്നത് പോലും ഒരു വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ജനങ്ങളെ വന്ന് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാരെയാണ് ഇവർ പറ്റിക്കുന്നത്? എന്തിനാണ് ഈ സ്ത്രീ എല്ലാത്തിനും, ഇവരുടെ തട്ടിപ്പിനും ഇവരുടെ എന്ത് വൃത്തികേടിനും ഈ ഒരു മതത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് വിമർശിക്കുന്ന ആളുകളെ പോലും മതപരമായി വർഗീയത പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, പരസ്യമായ ഭീഷണി പോലും ഇവരെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഇവരെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ഒറ്റയടിക്ക് കൊന്നുകളയുമെന്നുള്ള ഭീഷണി പോലും ഇവർ പരസ്യമായി പറയുമ്പോൾ ഇവർക്ക് മതവുമായി എന്ത് ബന്ധമാണ് എന്നുള്ളത് ചോദിക്കാതെ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചോദിക്കുന്നത്. എന്താണ് നിക്കാഹ്? എങ്ങനെയാണ് നിക്കാഹ് നടത്തുന്നത്? എങ്ങനെയാണ് മതപരമായ ഇഷ്ടത്തോടു കൂടി, മതപരമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന, മതത്തെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന, മത ആചാരങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് നിക്കാഹ് നടത്തുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് എൻ്റെ പൊതുജനങ്ങളോട് ഞാൻ ഈ കാര്യം ചോദിക്കുന്നത്.